ഇംഗ്ലീഷ് പഠിക്കാൻ സിമ്പിൾ ട്രിക്കുകളുമായി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്നിരുന്നു. ആ ക്ലാസ്സിന് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൂടി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് SC. ഈസ്, ആം, ആർ, ഓസ്, വെയർ, ഡു, ഡസ്, ഡിഡ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. നമ്മൾ അന്ന് പഠിച്ച 24 ഓക്സിലറീസ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ വരും. ഹാവ്, ഹാസ്, ഹാഡ് ആണ് അടുത്തതായിട്ടുള്ളത്. ഇപ്പോൾ ഈ ഹാവ്, ഹാസ്, ഹാഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് അവിടെ വരുന്നത് ഇപ്പം എനിക്കൊരു ബാഗുണ്ട് എന്ന് പറയുമ്പം ഐ ഹാവ് എ ബാഗ് എന്ന് പറയാം. എന്നാൽ ആ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാവും ഹാസും ഹാഡും യൂസ് ചെയ്യുമ്പം ഇത് നമുക്ക് മെയിൻ വെർബായിട്ടും അതായത് പ്രധാന ക്രിയയായിട്ടും സഹായക ക്രിയയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഐ, വി, യു, ദേ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അയ്യു ദേവി കണ്ടോ, അത് വരുമ്പോൾ ഹാവ് ആണ്. അവിടെ നമ്മൾ അതിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഹി, ഷീ പോലെ സിംഗുലർ ആയത് വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഹാസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഐ, യു, ദേവി എന്ന് പറയുമ്പോൾ അവിടെ ഐ ഹാവ് എ ബാഗ്, എനിക്കൊരു ബാഗുണ്ട്. എന്നാൽ നിനക്കൊരു ബാഗുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ യു ഹാവ് എ ബാഗ്. അവർക്കാണെങ്കിലോ അവർക്കൊരു ഹൗസ് ഉണ്ട് എന്നാണെങ്കിൽ ദേ ഹാവ് എ ഹൗസ്. ഞങ്ങൾക്കൊരു വീടുണ്ട് എന്നാണെങ്കിൽ വി ഹാവ് എ ഹൗസ്. അപ്പോൾ അവിടെ എല്ലാം ഹാവ് വന്നു. എന്നാൽ അത് നമ്മൾ അതിപ്പോൾ നമ്മൾ സാധാരണ ഒരു നൗണിൻ്റെ കൂടെയാണ് ഉപയോഗിച്ചത്. അതൊരു വെർബിൻ്റെ കൂടെ വരുമ്പം ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഹാവ്, ഹാസ് എന്നിവ വരുമ്പോൾ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് വാച്ച്ഡ് ദ ഫിലിം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവിൻ്റെ കൂടെ എപ്പോഴും V3 ഫോം ആയിരിക്കും വരുന്നത്. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് ഫിലിം. അവർ ആ സിനിമ കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ ദേ ഹാവ് വാച്ച്ഡ് ദാറ്റ് ഫിലിം. അപ്പം അവിടെ ഇത് അവൻ, അവൾ എന്ന സിംഗുലർ ഫോമിലേക്ക് വരുമ്പോഴത്തേന് ഹാവ് എന്തായി മാറും? ഹാസ് ആയി മാറും. അതായത് അവൻ ആ സിനിമ കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഹി ഹാസ് വാച്ച്ഡ് ദാറ്റ് ഫിലിം. എന്നാൽ രാജു ആ സിനിമ കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ രാജു ഹാസ് വാച്ച്ഡ് ദാറ്റ് ഫിലിം. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ പറയുന്നത് സബ്ജക്റ്റുകൾ മാറുന്നതിനനുസരിച്ച് എന്ത് മാറ്റമാണ് സെൻറ്റൻസുകളിൽ വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹാസും ഹാവിനെയും നമുക്ക് ഓക്സിലറി വെർബായിട്ടും മെയിൻ വെർബായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഹാവും ഹാസും മെയിൻ വെർബായിട്ട് വരുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ. എന്നാൽ അതിനെ നമ്മൾ വെർബിലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, എന്നാൽ ഇനി വരുന്നത് നമുക്ക് ഷോൾ, ഷുഡ്, വിൽ, വുഡ് ഇതാണ് നമ്മൾ പറഞ്ഞത്. അത് ഭാവി കാലത്തേക്ക് അതായത് ഫ്യൂച്ചറിലേക്ക് പറയുന്ന ക്രിയകളാണ് ഇതിൽ ഷോളും വില്ലും. ഇതിൽ ഒരു പ്രത്യേകമായ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ, വി എന്നിവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഷോളും ഉപയോഗിക്കണം, മറ്റുള്ള സബ്ജക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വില്ലുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ നാളെ പോകും, ഞാൻ എന്ന് പറയുന്ന ഐ ആണ്, നാളെ എന്നുള്ളത് ടുമോറോ ആണ്. പോകുമെന്ന് വരുമ്പം ഷോൾ ഗോ അല്ലെങ്കിൽ വിൽ ഗോ വരണം. ഇപ്പം ഐയും വിയും ആണെങ്കിൽ കഴിവതും ഷോൾ ഗോ തന്നെ ഉപയോഗിച്ച് പഠിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഐ ഷോൾ ഗോ ടുമോറോ. ഓക്കെ, എന്നാൽ അദ്ദേഹം 4 മണിക്ക് എത്തും. അപ്പം ഐ മാറി അവിടെ ഹി ആയി. ഹി എത്തുക എന്ന് പറയുക അറൈവാണ്. ഹി വിൽ അറൈവ് 4 o'clock. അവൾ ഒരു പാട്ട് പാടും. ഷീ വിൽ സിങ് എ സോങ്. എന്നാൽ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കും, ഞങ്ങളല്ലേ, അപ്പോൾ വി ആണ്. നമുക്ക് അവിടെ ഷോൾ യൂസ് ചെയ്യും, വിൽ യൂസ് ചെയ്താലും ശരിയാണ്. വി ഷോൾ സ്പീക്ക് ടു ഹിം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു? അപ്പം ഷോളും വില്ലും അത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഷോളിൻ്റെ പാസ്റ്റാണ് ഷുഡ്, വില്ലിൻ്റെ പാസ്റ്റാണ് വുഡ്.
പക്ഷേ അതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ അതുമാത്രമായിട്ട് കഴിഞ്ഞൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കണേ. ഒപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിത് ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. മാത്രവുമല്ല, ഇതിനോടൊപ്പം പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടവർ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ നിർബന്ധം എന്നതും കടമ എന്ന കാര്യമൊക്കെ വരുമ്പം, അതായത് ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പം നിങ്ങൾ നാളെ വരണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നാളെ വരണം, യു ഷുഡ് കം ടുമോറോ. ഓക്കെ, എന്നാൽ അവൻ സത്യം പറയണം, സത്യം പറഞ്ഞേ പറ്റൂ, അങ്ങനെയാണെങ്കിലോ ഹീ ഷുഡ് ടെൽ ദ ട്രൂത്ത്. അപ്പോൾ അവിടെ ഷുഡ് വന്നു. നീ പോകണം, യു ഷുഡ് ഗോ. ഞാനത് മുമ്പ് എടുത്തിട്ടുണ്ട്. എന്നാൽ വുഡ് വരുമ്പം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമായിരുന്നു, ഞാൻ സ്കൂളിൽ പോകുമായിരുന്നു, പോയിരുന്നു എന്നല്ല, പോകും, വില്ല്, പോകുമായിരുന്നു എന്ന് വരുമ്പോൾ വുഡ്. ഐ വുഡ് ഗോ ടു സ്കൂൾ. അപ്പം അത് മനസ്സിലാക്കിക്കോണം അതെങ്ങനെയാണ് അവിടെ വരുന്നതെന്ന്. അപ്പം ആ ഷുഡും വുഡും ക്ലിയർ ആയല്ലോ. പിന്നെ നമുക്കുള്ളത് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഇത്രയാണ്. ഇതിൽ ക്യാൻ, കുഡ് എന്ന് പറയുന്നത്, ക്യാൻ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, നിനക്ക് സ്കൂളിൽ പോകാൻ കഴിയും, യു ക്യാൻ ഗോ ടു സ്കൂൾ. എന്നാൽ കുഡ് വരുമ്പോഴത്തേന് അതിൻ്റെ ക്യാൻ എന്നതിൻ്റെ പാസ്റ്റാണ് കുഡ് വരുന്നത്. അപ്പോൾ കുഡ് വരുമ്പോഴത്തേന് നിനക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞു, യു കുഡ് ഗോ ടു സ്കൂൾ. ഈ രണ്ട് കാര്യങ്ങളെയും മനസ്സിലാക്കിയാൽ നമുക്ക് ക്യാനും കുഡും പെട്ടെന്ന് മനസ്സിലാവും. ഇതേ രീതിയിൽ നമുക്ക് മേയും മൈറ്റും പറയാം. അതായത് ഒരു കാര്യത്തിൻ്റെ അനുവാദമോ സാധ്യതയോ ഒക്കെ പറയുമ്പോൾ നമുക്ക് മെയ് മൈറ്റ് ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്കകത്തേക്ക് വരാം, അതവിടെ അനുവാദമാണ്, നിങ്ങൾക്കകത്തേക്ക് വരാം, യു മേ കം ഇൻ. ഓക്കെ, എന്നാൽ ഞാൻ പോകട്ടെ എന്നാണെങ്കിലോ മേ ഐ ഗോ. അപ്പോൾ അവിടെ ആ അനുവാദത്തിനാണ് മേ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എവിടെ വേണമെങ്കിലും മേ യൂസ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, ദേ മേ കം അറ്റ് എനി ടൈം, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എന്നാൽ അദ്ദേഹം വീട്ടിലുണ്ടായിരിക്കും, സാധ്യതയാണ് അവിടെ. അപ്പോൾ എന്ത് വരാം, ഹീ മേ ബി ഹോം. അവൾക്ക് അസുഖമായിരിക്കും, ഷീ മേ ബി ഇൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ മേയും മൈറ്റും അതുപോലെ ക്യാനും കുഡും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റായ ടു ബി ഫോംസ് ആണ്. അപ്പോൾ ഈ ടു ബി ഫോംസിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് സംഭാഷണങ്ങളിലാണ്. ഇനി നോക്കേണ്ടത് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസാണ്, സ്പീക്കിംഗ് പ്രാക്ടീസാണ്. അപ്പം നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻ്റെ സഹോദരി നാളെ വരും, എൻ്റെ സഹോദരി നാളെ വരും. തേർഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾക്ക് പ്രവേശിക്കാമോ, ഞങ്ങൾക്ക് പ്രവേശിക്കാമോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ പോകട്ടെ. നിങ്ങൾ വരുമോ, നിങ്ങൾ വരും എന്നാകുമ്പോൾ യു വിൽ കം ആണ്, നിങ്ങൾ വരുമോ എന്ന് വരുമ്പം വിൽ ആദ്യം വരാം, അറിയാമല്ലോ. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാം, നിങ്ങൾക്ക് അങ്ങോട്ട് വരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻറ്റുകളായിട്ട് എക്സസൈസ് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ വരിക. തീർച്ചയായിട്ടും ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.